നമസ്കാരം. സഖാവ് VS അങ്ങനെ ഓർമ്മയായിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പൂർവികർ ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ എല്ലാം കണ്ണീരൊപ്പുന്നതിനും വരും തലമുറകൾക്ക് വേണ്ടി സമരം ചെയ്ത വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു സഖാവ് VS. ആ VS ജനിച്ചപ്പോഴുണ്ടായിരുന്ന തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, വരാൻ പോകുന്ന തലമുറയ്ക്കും അവർക്ക് വരുന്ന തലമുറകൾക്കും വേണ്ടി ജീവിച്ച ഒരു സഖാവായിരുന്നു VS. VSന്റെ ഐതിഹാസികമായ പോരാട്ടങ്ങൾ എന്നോ തുടങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോഴും ആ സഖാവ് വിതുമ്പിയിട്ടില്ല. ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നതിനും അവർക്ക് വേണ്ടി നിലപാടുകൾ ഉറച്ചു പറയുന്നതിനും വേണ്ടിയിട്ട് ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമായിരുന്നു സഖാവ് VSന്റേത്. സഖാവിന്റെ ഈ പോരാട്ട ജീവിതത്തിനിടയ്ക്ക് ഒട്ടനവധി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. സഖാവിന്റെ പോരാട്ട വീതികളിൽ എടുത്തു പറയത്തക്കതാണ് പോലീസുകാരുടെ മർദ്ദനം. സഖാവ് മരിച്ചെന്ന് കരുതി കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചതാണ്. അവിടെ നിന്ന് ആരോ കണ്ടെത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു മഹാവിപ്ലവകാരിയായിരുന്നു സഖാവ് VS. ഇപ്പോ ഈ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിൽ എത്തിച്ചേരുമ്പോൾ ഒട്ടനവധി നമ്മൾക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളാണ് സംഭവിച്ചത്. ആബാലവൃദ്ധം ജനങ്ങളും ഈ VSനെ കാണാൻ ഒഴുകിയെത്തി. അത് തിരുവനന്തപുരം ദർബാർ ഹാളിൽ നിന്നും ആലപ്പുഴയുടെ മണ്ണിൽ വലിയ ചുടുകാട് വരെയുള്ള ഈ യാത്രാമധ്യയിലെല്ലാം നമ്മൾ കാണുകയുണ്ടായി. കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ജില്ലകളിൽ നിന്നും എല്ലാ ഗ്രാമങ്ങളിൽ നിന്ന് പോലും സഖാവ് VSനെ കാണാൻ ഒഴുകിയെത്തുകയായിരുന്നു. അതിൽ കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കൗമാരക്കാരുണ്ട്, കുട്ടികളുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും VSനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആർത്തലച്ചു വരികയായിരുന്നു. ഇതിൽ എടുത്തു പറയത്തക്ക കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഒരു സ്ത്രീ കൊടിയും ഏന്തി കിലോമീറ്ററുകൾ നടന്ന് VSനെ കാണാൻ എത്തുന്ന കാഴ്ച നാം കാണുകയുണ്ടായി. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് മുദ്രാവാക്യം വിളിച്ചു വരുന്ന സ്ത്രീയെയും കാണാനിടയായി. കുട്ടികളെ തോളത്ത് വെച്ചുകൊണ്ട് വിതുമ്പിക്കൊണ്ട് VSനെ കാണാൻ എത്തുന്നവർ ഒട്ടനവധിയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കം ഏതു പാതിരാത്രിയായാലും കണ്ടേട്ടേ മടങ്ങൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി എത്തിയവരുണ്ട്. എന്തായാലും ഈ പാർട്ടി ഇങ്ങനെ നിലകൊള്ളുക തന്നെ ചെയ്യും. വലതുപക്ഷ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരു മഹാവിപ്ലവകാരി കേരളത്തിന്റെ മണ്ണിൽ അന്തിയുറങ്ങാൻ പോവുകയാണ്. ഈ മഹാവിപ്ലവകാരിയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ അസ്തമിക്കും എന്നാണ് വലതുപക്ഷ മാധ്യമങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ നിങ്ങൾ കണ്ടില്ലേ, ആബാലവൃദ്ധം ജനങ്ങളാണ് VSനെ കാണാൻ ഒഴുകിയെത്തിയത്. ഒരാൾ ഒരു പാർട്ടിയായി മാറുന്നത് എങ്ങനെയെന്ന് സഖാവ് VS നമ്മളെ കാണിച്ചു തന്നു. സഖാവ് VS പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം ഒട്ടനവധി ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാരുള്ള ഒരു പാർട്ടിയായി ഇന്ത്യയിൽ വളർന്നു. വിപ്ലവം ഏത് സമയത്തും ഉണ്ടാകാം എന്ന് VS നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ VSന്റെ ഭൗതിക ശരീരവുമായി പോകുമ്പോൾ ഒട്ടനവധി ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഈ പ്രസ്ഥാനം ഇനിയും ഇവിടെ ഉണ്ടാവണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ആബാലവൃദ്ധം ജനങ്ങളും VSനെ കാണാൻ
ഒഴുകിയെത്തിയത്. അതിൽ കുട്ടികളുണ്ട്. പലരും പറയും കുട്ടികൾക്ക് വി എസിനെ അറിയില്ല എന്ന്. പക്ഷേ ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും വി എസ് ആരാണെന്ന് കൃത്യമായി പറഞ്ഞു തരും. ആ രീതിയിലായിരുന്നു ഇന്നത്തെ വിലാപയാത്രയിൽ നമ്മൾ കണ്ടത്. കുട്ടികൾ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നു. മുതിർന്നവർ അതേറ്റ് മുദ്രാവാക്യം വിളികളോടെ വി എസിനെ വരവേൽക്കുന്നു. ഇതെന്തൊരു കാഴ്ചയാണ്! ഇത് CPIM എന്ന പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വി എസ് എന്ന വിപ്ലവ നക്ഷത്രം, നിങ്ങൾ ഇവിടെ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും ഈ വി എസിനെ കാണാൻ, സഖാവ് വി എസിനെ കാണാൻ ആർത്തലച്ച് എത്തിയത്. ആലപ്പുഴയുടെ മണ്ണിലേക്ക് കടക്കുമ്പോൾ ഒരു നദീജല പ്രവാഹം പോലെ, കടലിരമ്പം പോലെയാണ് ജനങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഒരു നാക്ക് കാണുന്നതിന് വേണ്ടിയും വി എസിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി ആബാലവൃദ്ധം ജനങ്ങൾ ആലപ്പുഴയുടെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. വി എസ് ഉറങ്ങുകയാണ്. പക്ഷേ ഇവിടെ വിപ്ലവം മരിക്കുന്നില്ല. ഇനിയും ഈ പ്രസ്ഥാനം ഉയർച്ചയിലേക്ക് തന്നെ പോകും. അതിനുള്ള തെളിവുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിൽ കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും വി എസിനെ കാണാൻ എത്തിയിട്ടുണ്ട്. ആ മുദ്രാവാക്യത്തിന്റെ അലയൊലികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇനിയും ഈ മണ്ണിൽ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ആബാലവൃദ്ധം ജനങ്ങളും വി എസിനെ കാണാൻ ഒഴുകിയെത്തിയത്. പാളെ കഞ്ഞി കുടിപ്പിക്കില്ല, തമ്പ്രാൻ എന്ന് വിളിപ്പിക്കില്ല എന്ന് പറഞ്ഞ വി എസിന്റെ ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളും എല്ലാവരും വി എസിനെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തുകയുണ്ടായി. വി എസിന്റെ പുന്നപ്രയിലെ വീട്ടിലെത്തിയവർ, തലേ ദിവസം വന്നവർ ഉൾപ്പെടെയുള്ളവർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആഹാരം കഴിക്കാത്തവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവിടുത്തെ സ്ത്രീ ജനങ്ങൾ തയ്യാറാകുകയാണ്. അതാണ് ഈ കേരളമെന്ന്, അതാണ് ഈ കേരളം. അത് തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെമ്പലാണ്. ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവണം എന്നതിനുള്ള ഒരു അകമ്പടിയോടുകൂടിയാണ് ഓരോരുത്തരും വി എസിനെ വരവേറ്റത്. ഈ പ്രസ്ഥാനം ഇവിടെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവിടെ ഉണ്ടാകും എന്നതിനുള്ള തെളിവാണ് ഈ ലക്ഷങ്ങൾ വി എസ് എന്ന ഈ സമരസൂര്യനെ കാണുന്നതിന് വേണ്ടി ആലപ്പുഴയിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള വി എസിന്റെ ഭൗതിക ശരീരവുമായി പോയപ്പോൾ ഉണ്ടായ ഈ ജനപ്രവാഹം എന്ന് പറയുന്നത്, ഈ പ്രസ്ഥാനം ഈ മണ്ണിൽ ഇനിയും ഉണ്ടാവണം എന്ന ഉറച്ച നിലപാടോടുകൂടിയാണ് ജനങ്ങൾ വി എസിനെ വരവേറ്റത്.